ഉപയോഗശൂന്യമായ സർക്കാർ വാഹനങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഫർണിച്ചറുകളും വിറ്റൊഴിവാക്കാൻ നിബന്ധനകളിൽ ഇളവ് വരുത്തി ധനവകുപ്പ്. ഈ ലേലത്തിൽ വിറ്റുപോയില്ലെങ്കിൽ വകുപ്പുകൾക്ക് നേരിട്ട് വിൽപ്പന നടത്താം. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് തിരുവനന്തപുരത്ത്. ഉമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ സ്ക്രാപ്പ്, ആക്രി എന്നിവ വിൽക്കുന്നതിന് കൃത്യമായ മാനദണ്ഡമുണ്ടായിരുന്നു. ഉപയോഗശൂന്യമായ വാഹനങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, കമ്പ്യൂട്ടർ, TV അടക്കമുള്ള ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഈ സ്ക്രാപ്പിന് വേണ്ടി വിൽക്കുമ്പോൾ അതിനൊന്നുകിൽ കേന്ദ്രം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന വിവിധ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ഈ ലേലത്തിന് വേണ്ടി ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം. വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത പ്രകാരം ഒരു നിശ്ചിത ദിവസം ഈ ലേലം തീരുമാനിക്കും. അന്ന് ഈ ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നവർ പങ്കെടുത്ത് ഇതുമായി ബന്ധപ്പെട്ട നിശ്ചിത ബിഡിംഗ് നടത്തി ആ സാധനങ്ങൾ, പ്രത്യേകിച്ച് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ സ്വന്തമാക്കാൻ കഴിയുന്നതാണ് രീതി. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വർഷമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഈ ലേലം നടപടികളിൽ കാര്യമായി ഈ സ്ക്രാപ്പ് ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് പഴയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ വിറ്റുപോകാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ നിയമം മറികടന്നുകൊണ്ട് ചെയ്യാനും കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ കാലങ്ങളായി വാഹനങ്ങൾ ഈ സർക്കാർ ഓഫീസുകളിലെ വളപ്പുകളിൽ കിടന്ന് നശിക്കുകയാണ്. പാർക്കിംഗ് സ്പേസ് അടക്കം പോകുന്നു, അപ്പോൾ വാഹനങ്ങൾ നശിച്ചു പോകുന്നു. ഈ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾക്ക് ഇളവ് വരുത്തിക്കൊണ്ട് ഇപ്പോൾ ധനവകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ പുതിയ ഉത്തരവ് പ്രകാരം വിവിധ വകുപ്പുകൾക്ക് ഒരു ഘട്ടത്തിൽ, ആദ്യഘട്ടത്തിൽ ഈ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കണം. അതായത് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഈ ലേല വെബ്സൈറ്റുകളിൽ ഇവയെല്ലാം ഷെഡ്യൂൾ ചെയ്യണം. ഷെഡ്യൂൾ ചെയ്ത് ആദ്യം ഒരു തവണ ഇതുമായി ബന്ധപ്പെട്ട് ഇവ ലേലം ചെയ്ത് പോയില്ല എങ്കിൽ അടുത്ത തവണ ഇതുമായി ബന്ധപ്പെട്ട് വിൽപ്പന സ്വന്തം നിലയിൽ വകുപ്പുകാർക്ക് നടക്കാം. വകുപ്പുകളിൽ സംസ്ഥാന സർക്കാർ എംപാനൽ ചെയ്ത ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം വിവരങ്ങൾ വിൽക്കാനുണ്ട് എന്നറിയിക്കാം. അതിനനുസരിച്ച് ആദ്യം വന്ന് വാങ്ങാൻ വരുന്നവർക്ക് ആദ്യം എന്ന രീതിയിൽ വിൽപ്പന നടത്താനാണ് ഇപ്പോൾ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിൽപ്പന പൂർത്തിയാക്കി ഈ സർക്കാർ ഓഫീസുകളുടെ വളപ്പുകൾ കൂടുതൽ ശുചീകരിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ട്. ഉന്മേഷ്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.